രാവിലെ ഇന്ന് എണീറ്റതേ താമസിച്ചു പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പോൾ പെട്ടെന്നൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഗോതമ്പ് ദോശയും സെറ്റാക്കി മീൻകറിയും ചൂടാക്കി. പിന്നെ പെട്ടെന്ന് കുറച്ച് ക്യാരറ്റും ഒരു ബീട്രൂട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ജ്യൂസ് അടിച്ചു. ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കടയ്ക്ക് പോയി. കടയ്ക്ക് പോയപ്പോഴത്തേക്കിന് നമ്മുടെ പോകുന്ന വഴിയുടെ സൈഡിലായിട്ടൊരു ചെറിയ കനാൽ പോലുണ്ട്. അപ്പോൾ കനാലിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുഞ്ഞും കൂടെ കുറേ നേരം കനാലിൽ വെള്ളമൊക്കെ വന്നിട്ട് ചെറിയൊരു സ്ലോപ്പ് പോലെ വന്നിട്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം പോലുണ്ട്. നമ്മുടെ കടയുടെ ഫ്രണ്ടിലായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. കണ്ടോ, നല്ല രസമില്ലേ? പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ വന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ഒരു കോഴിക്കട്ട ഉണ്ടാക്കാമെന്ന്. കാരണം കുറേ നാളായി ഇപ്പോൾ കോഴിക്കട്ട കഴിച്ചിട്ട് തന്നെ. വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ എടുക്കും കേട്ടോ കോഴിക്കട്ടയൊക്കെ. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. മധുര പലഹാരങ്ങളൊന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇവിടെ ആരും കഴിക്കാറില്ല. അപ്പോൾ നിങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലർക്കെങ്കിലും സംശയം തോന്നും, അപ്പം ഞാനിവിടുത്തെ അല്ലേ? അല്ല, ഞാനിവിടുത്തെ അല്ല. എൻ്റെ സ്വന്തം നാട് ആലപ്പുഴയാണ്. എന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് പാലക്കാട്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും കരയുന്നത്. അത് എൻ്റെ പുത്രിയുടെയാണ്. ചുമ്മാ ഒരാവശ്യവുമില്ലാതെ കിടന്ന് കരയുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആൾക്ക് കോഴിക്കട്ട കൊടുക്കുന്നത്. കഴിക്കുമോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആൾ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.